നമസ്കാരം. നമ്മുടെ പൊതുവെ എല്ലാവർക്കുമുള്ള ഒരു പ്രശ്നമാണ് അസ്വസ്ഥമായ മനസ്സ്. അങ്ങനെ മനസ്സിനെ നിയന്ത്രിക്കാനുള്ള നിരവധി പ്രാക്ടീസുകളാണ് ഭഗവത്ഗീതയിൽ പറയുന്നത്. അധ്യായം 9 രാജവിദ്യ രാജഗുഹ്യ യോഗത്തിലെ 26-ാമത്തെ ശ്ലോകം നമ്മൾക്ക് മനസ്സിനെ നിയന്ത്രിക്കാനുള്ള ഒരു മാർഗമാണ് അതിൽ പറയുന്നത്. അത് ഞാൻ ആ ശ്ലോകമൊന്ന് വായിക്കാം, ശ്രദ്ധിക്കുക. യത് കരോഷി യദസ്നാസി യജ്ജുഹോഷി ദദാസി യത് യത് തപസ്യസി കൗന്ദേയ തത്കുരുഷ്വമദർപ്പണം. അതായത് യത് കരോഷി, നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മൾ മനസ്സിൽ വിചാരിക്കുക, ഞാൻ ഈ ചെയ്യുന്നതെല്ലാം ഭഗവാന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്ന് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പറയാം. അപ്പോൾ ചെയ്യുന്നതിനൊന്നും നമ്മൾക്ക് പ്രയാസം ഉണ്ടാവില്ല. നമ്മൾ ചെയ്യുന്നതെല്ലാം ഭഗവാന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. അതുപോലെ യദസ്നാസി, എന്ത് കഴിക്കുമ്പോഴും എന്ത് ഭക്ഷിക്കുമ്പോഴും ഇതെനിക്ക് വേണ്ടിയല്ല, അല്ലേ, എൻ്റെ ഉള്ളിലുള്ള ഭഗവാൻ, അല്ലേ, നമ്മുടെ ഒരു ആത്മബോധം ഉണ്ട്, നമ്മുടെ ഉള്ളിലെല്ലാം തന്നെയാണ് ഈ ഈശ്വരൻ ഇരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ്, ആ ഈശ്വര ചൈതന്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത് എന്ന് എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കുമ്പോൾ വിചാരിക്കുക. അതുപോലെ യജ്ജുഹോഷി, നമ്മളെന്ത് ഹോമം ചെയ്യുമ്പോഴും എന്ത് ഹവിസ് ചെയ്യുമ്പോഴും നമ്മളത് ഈശ്വരന് വേണ്ടിയാണ് എന്നുള്ള ചിന്തയിൽ നമ്മൾ വിളക്ക് കത്തിക്കുമ്പോൾ പോലും അതൊരു ഹവിസാണ്, അല്ലേ. വിളക്ക് കത്തിക്കുമ്പോഴും കർപ്പൂരം കത്തിക്കുമ്പോഴും ഇതൊക്കെ ഞാൻ ഈശ്വരന് വേണ്ടിയിട്ടാണ് എന്ന് ചിന്തിക്കുക. ദദാസി, നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കുമ്പോൾ വിഷമം പിടിച്ച് കൊടുക്കരുത്, അല്ലേ. നമ്മളിലുള്ള ബോധം തന്നെയാണ് നമ്മൾ കൊടുക്കുന്ന ആളിലുള്ളൂ. രണ്ടാളിലും ഒരേ ബോധമാണ്. ഈശ്വരൻ എന്ന് പറയുന്ന ബോധം എല്ലാവർക്കും തിങ്ങി നിറഞ്ഞു നിൽക്കുന്നതാണ്. ആ ഒരു ബോധത്തിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ഞാനും മറ്റൊരാളും തമ്മിൽ വ്യത്യാസമില്ല. ദദാസി, എന്ത് കൊടുക്കുന്നുവോ അതും ആർക്കാണ്? ഈശ്വരനെയാണ്. എന്ത് സാധന ചെയ്യുന്നത്, ഞാൻ രാവിലെ യോഗ ചെയ്യുന്നു, ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? അതാണ് തപസ്യസി, ഞാൻ ചെയ്യുന്ന എല്ലാ പരിശീലനങ്ങളും പ്രാക്ടീസുകളും തപസ്സുകളും എല്ലാം എന്താണ്? മതർപ്പണം കുരുഷ്വ, അത് എനിക്കുള്ള അർപ്പണമാണെന്ന് വിചാരിച്ച് നിങ്ങൾ ചെയ്യുക. മതർപ്പണം കുരുഷ്വ, എനിക്ക് അർപ്പണമാണെന്ന് വിചാരിച്ച് നിങ്ങൾ അതെല്ലാം ചെയ്യുക. അതായത് നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും എനിക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് എന്ന് മനസ്സിൽ സ്ഥിരമായി നിലനിർത്തിയാൽ നിങ്ങളുടെ മനസ്സിന് ഏകാഗ്രത കിട്ടും, മനസ്സ് ശാന്തമാക്കാൻ പറ്റും. ഓക്കെ, താങ്ക് യു.